ഹലോ, ഒന്നുമില്ല. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നീ എന്നെ പഠിപ്പിച്ചു. ഓക്കെ, ഉപ്പുമാവിൻ്റെ കൂടെ പഴം മാത്രം മതിയോ? എന്തെങ്കിലും ഒരു കറിയും കൂടി വേണ്ടേ? കടലക്കറി, ഉപ്പുമാവും കടലക്കറി, അത് നല്ലൊരു കോമ്പോയാണ്. പക്ഷെ അടിപൊളി കാര്യമാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ അടുത്ത ഒരു ഓഫ് ഡേ ആണ്. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ കടലക്കറി വെക്കാൻ പോവാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സബോള സാധനങ്ങളൊക്കെ, പിന്നെ തേങ്ങ, കടല, വെള്ളത്തിലിട്ട് കടല, അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ആരാണ് കറി വെക്കുന്നത്? അച്ഛനാണ് കറി വെക്കുന്നത്. എൻ്റെ പൊസിഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഓരോന്നാണ്ട് പറഞ്ഞു തന്നു. ഞാൻ ആയിട്ട് ഇത് തന്നെ പഠിക്കുകയും ചെയ്യും, വെക്കുകയും ചെയ്യും. ആദ്യം എൻ്റെ ഈ കടലയുണ്ട്. കടല ഇത് ഞാൻ ഒരു 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട കടലയാണ് ഇത്. ഓക്കെ, എന്നിട്ട് അത് നല്ല കുതിർന്നിരിക്കുമോ. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും. അതായത് ഒരു കടല നികന്ന് കിടക്കുന്ന അത്രയും. അതായത് കണക്കെന്ന് പറഞ്ഞാൽ കടല മുങ്ങി കിടക്കുന്നതാണ് കണക്കല്ലേ. അപ്പൊ ഇതിനകത്തൊരു ഉപ്പിടണ്ടേ? ഉപ്പിടണം. കഴിഞ്ഞ പ്രാവശ്യത്തെ കൊണ്ട് ഉപ്പിടാൻ മറന്നു പോയത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി ചോദിച്ചത്. ഉപ്പിടണം. ആദ്യം നമുക്ക് അല്ലാത്ത ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. അത് എടുത്ത് വെച്ചേക്കുന്ന സബോള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, ഇതൊക്കെ നമ്മൾ നേരെ ഇതിനകത്തോട്ട് ഇടുവാണോ? നേരെ ഇടാം. പച്ചമുളക് ഒന്ന് കീറണം. പച്ചമുളക് കീറി വെക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇൻഗ്രീഡിയൻ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ് മറന്നുകൊണ്ട് ഇത്തവണ എന്നാ മറന്നുപോയി? പച്ചമുളക് കീറാൻ മറന്നുപോയി. അറിയില്ല, കീറാൻ എനിക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പച്ചമുളകിന് ഒറ്റ കീറിയിട്ടുണ്ട്. ഇങ്ങനെ പോരെ? രണ്ടായിട്ട് കീറിയാൽ മതിയല്ലോ. കൈ മുറിക്കരുത്. രണ്ടായിട്ട് കീറിയാൽ മതിയല്ലോ അല്ലേ? രണ്ടായിട്ട് കീറിയാൽ മതി. രണ്ടായിട്ട് പച്ചമുളകിനെ കീറിയില്ല. അതായത് ഇതെല്ലാം നേരെ കടലോട്ട് ഇടുവാണ്. അപ്പൊ നമ്മളിത് കടുക് പൊട്ടിച്ച് വേവിക്കൊന്നും അല്ലേ ചെയ്യുന്നത്? അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഇത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. ഈസി ആൻഡ് ടേസ്റ്റിയാണ്. ഈസി മെത്തേഡാന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിന് കൂട്ടു നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് നമുക്ക് ഈസി ആയിട്ടുള്ളതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആയിക്കോട്ടെ, ഈസി മെത്തേഡ് ആയതുകൊണ്ട് എനിക്ക് സന്തോഷം. അപ്പൊ നേരെ ഇതങ്ങോട്ട് തട്ടിയാൽ മതിയോ? എല്ലാം തട്ട്. ആദ്യം എന്താ ഇടണ്ടേ? സവോള ഞാൻ കുറേശ്ശെയായിട്ട് സവോള നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എല്ലാം ഇടാനുള്ളതാണോ? എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കറി വരുന്നത്. എനിക്കറിയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറന്നുപോയ മെയിൻ സാധനമാണ് ഇത്, ഉപ്പ്. ഓക്കെ, ഇത് നമ്മൾ റോക്ക് സാൾട്ടാണ്. പക്ഷേ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ് മറന്നുപോയി. ഇത്തവണ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു ഉപ്പ് നമ്മൾ മറക്കത്തില്ലെന്ന്. എന്തായാലും കുറച്ച് ഒരു 1/2 സ്പൂൺ ഇട്ടാൽ. ഇപ്പം നമുക്ക് വേവിക്കാം. അതായത് കുക്കർ അടച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരണം. അപ്പോൾ നല്ലതായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ സംഭവം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മേഡം പറഞ്ഞുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് എത്ര വിസിൽ അടിക്കണം? അതായത് ഒരു മീഡിയം ഫ്ലെയിം വെക്കാം. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഒരു 6 ഫ്ലെയിമാണ് വെച്ചേക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ അടിച്ചാൽ വേവും. 6 വിസിൽ അടിക്കണം. ഓൾറെഡി നമ്മൾ കുറച്ച് വെള്ളത്തിൽ വെച്ചാണ്, പക്ഷെ അത് വേഗണം, നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അതുകൊണ്ട് 6 വിസിൽ വേണം. വെന്താലേ ഉള്ളൂ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. 6 വിസിൽ വരെ എനിക്ക് പണിയൊന്നുമില്ല. നല്ല പണിയുണ്ട്. 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 പറഞ്ഞു. അപ്പോൾ ഇതിനുള്ള മസാല റെഡിയാക്കണം. അപ്പം കടല വേകുന്ന നമ്മുടെ നമുക്ക് ഫ്രീ ഒന്നുമല്ല, പണിയുണ്ട്. ആ പണി എന്താണെന്ന് പറഞ്ഞു. തേങ്ങ. അപ്പൊ നമുക്കൊരു മസാല റെഡിയാക്കാം. അതിനെന്നാ ചെയ്യേണ്ടത്? അതായത് നമുക്ക് തേങ്ങയും പൊടികളും ഒക്കെ ഇട്ടിട്ട് ഒരു മസാല ഇതിനകത്ത് റെഡിയാക്കി എടുക്കാം. അതായത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് പെരിഞ്ചീരകവും 2 ഏലക്കായും പിന്നെ കുറച്ച് കുരുമുളകും കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഓക്കെ, അതായത് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അത് ഇട്ട് കൊടുക്കാം. പൊടി ഒരു 2 ടീസ്പൂൺ നിറച്ച്. വെന്തിട്ടുണ്ട്. കടല നല്ലാണ്ട് വെന്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളിപ്പം കുറച്ച് തേങ്ങായും പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ, അതിലോട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം കടല എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഈ കടലയൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. തേങ്ങ അരയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അരപ്പ് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് അരപ്പ് നമുക്ക് ഈ ഇതിനകത്തോട്ട് വെന്ത കടലക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മിക്സി അരച്ച ജാറില്ല, അതും കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ആക്കണ്ടല്ലോ അരപ്പ്. അതുകൊണ്ട് അത് തന്നെയല്ല, നമുക്ക് കടലയ്ക്ക് കുറച്ച് ചാറും കൂടെ വേണ്ടേ. ഇതൊന്ന് തിളച്ച് പറ്റണം. അപ്പോൾ നമുക്ക്
ഒരു ശകലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമുക്ക് തീ കുറച്ച് കൂട്ടി വെക്കുക. അതായത് നമ്മൾ ലോ ഫ്ലെയിമില്ല, ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് വരണം. അപ്പം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അച്ഛൻ ഇളക്കി കൊടുത്ത് ചാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത്. അത് ഭയങ്കര നീണ്ടിട്ടാണ്, കോരി ഒഴിച്ച് നോക്കിയപ്പോൾ അറിയാം. അപ്പം നമുക്ക് അതായത് നമുക്ക് വേണ്ടത് നന്നായിട്ട് കുറുകിയിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ തിളച്ച് പറ്റിക്കുക. പിന്നെ നമുക്ക് നല്ല ചാറ് വേണമെങ്കിൽ ഇങ്ങനെ അത്യാവശ്യം അത് മതി. എന്നിട്ട് നമുക്കിനി ഇത് നമുക്കിനി ഇത് ഓഫാക്കാം. കളർ മാറി ബ്രൗണിഷ് ആകുന്നിടം വരെ ചെയ്യണം അല്ലേ? അധികം ഡ്രൈ ആവണ്ട, അത്യാവശ്യം ഒന്ന് മൂത്തൊന്ന് കാണുമ്പോൾ നമുക്ക് എടുത്തൊഴിക്കാം. അതായത് ഇപ്പം തേങ്ങ കളർ മാറിയിട്ടുണ്ട്, അത്യാവശ്യം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇതെടുത്ത് അതിനകത്തോട്ട് ഒഴിക്കാം, കടലക്കറിക്കകത്തോട്ട് ഒഴിക്കാം. അപ്പം നേരെ ഒഴിക്കാം അല്ലേ? മൂടി വെക്ക്. ഇനി അടപ്പും തുറന്നിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫുള്ളായിട്ട് ഇത് ഇളക്കി കറി അവസരം മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഓൺലി തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വിസിലടിച്ച് വേകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് ആ കടലയും കൂടി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതുകൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അരപ്പ് നമുക്ക് റെഡിയാക്കാം. പിന്നെ ഇതങ്ങോട്ട് താളിച്ചിട്ടാൽ മതി അല്ലേ? ഞാൻ സെറ്റാ, ഞാൻ ശരിയാക്കും. ഒറ്റയടിക്ക് പഠിക്കും എന്ന് പറഞ്ഞിട്ടോ. ഒറ്റയടിക്ക് പഠിക്കും. പക്ഷേ നമ്മൾ ഉപ്പുമാവ് രണ്ടാമത്തെ പ്രാവശ്യം വെച്ചപ്പോൾ ശരിയായില്ല, മൂന്നാമത്തെ പ്രാവശ്യം വെച്ചപ്പോഴല്ലേ ശരിയായി. അതേപോലെ തന്നെ ഇപ്പം കണ്ടോ നമ്മുടെ കടലക്കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഉപ്പുമാവ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബ്രെഡ് കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് ഇത് ബ്രെഡിനെ നീ പ്രൂവ് ചെയ്ത് കാണിക്കുവാണെങ്കിൽ ഉപ്പുമാവിന് നമുക്കിത് കറിയാക്കാം. അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യത്തെ കൊണ്ട് ഉപ്പില്ലാതെ ഒന്നും ഇല്ലല്ലോ. ഉപ്പില്ലാതെ ഒന്നുമില്ല, കറക്റ്റ് ഉപ്പാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ തരത്തിൽ കടലക്കറി വെച്ച് നോക്കിയിട്ടുണ്ട്. അതായത് വറുത്തരച്ച് കടലക്കറി വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി തേങ്ങ കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ എന്താ മസാലപ്പൊടിയൊക്കെ വഴറ്റി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യമാണ് ഞാൻ യൂട്യൂബിൽ ഈ റെസിപ്പി കാണുന്നത്, ഒരു ചേച്ചി ഉണ്ടാക്കിയിട്ട്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം വെച്ച് നോക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കടലക്കറി വെക്കുന്നത്. അപ്പോൾ അടിപൊളി കടലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ഇടണം. ഓക്കെ, അപ്പം നമ്മളുണ്ടാക്കിയ കറി അവിടെ ടേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാനൊന്നും ടെസ്റ്റ് ചെയ്യണമല്ലോ. ഇവിടാണല്ലോ പറഞ്ഞ ഈസി ആൻഡ് ടേസ്റ്റി മെത്തേഡാണെന്ന്. നമ്മൾ ആ മെത്തേഡ് ഫോളോ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞാൽ ശരിയാണ്. ഈ ഒരു തേങ്ങാക്കൊത്ത് ഒക്കെ ചേർത്ത് നമുക്കൊന്ന് ഈ ചാറും കടലയും കൂടി ചേർത്ത് കഴിച്ച് നോക്കാം. പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പം നീ റീസെൻ്റായിട്ട് ടേസ്റ്റ് കറി വെക്കുന്നതല്ലേ? കുറേ നാളായി ഞാൻ പലതരത്തിൽ കറി വെക്കുമായിരുന്നു. അതുകൊണ്ട് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ചോദിക്കുകയും ചെയ്തു കറിക്ക് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ അവൾ റെസിപ്പി റിവീൽ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരാരും ഇനി കറി ഇല്ലാണ്ട് പഴം മാത്രം കൂടി കഴിക്കണമെന്നില്ല. ഉപ്പുമാവിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഇതിപ്പോൾ ഏതിൻ്റെ കൂടെ വേണം, അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണം അടിപൊളിയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ണന് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേ. കണ്ണനൊന്ന് നോക്കട്ടെ. കണ്ണ ടേസ്റ്റ് അപ്പം നീ നോക്കിയേ. കണ്ണ സൂപ്പറാണ് കണ്ണ, സൂപ്പർ. അപ്പം നമ്മുടെ കടലക്കറി ഞങ്ങൾക്ക് 3 പേർക്കും നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ട്രൈ ചെയ്യുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രാക്റ്റീവ് കുക്കിംഗ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.